ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ബൈപ്പാസിലെ അറപ്പ്യ പാലത്തിൻ്റെയും അതുപോലെ മാമ്പ്യ പാലത്തിൻ്റെയും ഒക്കെ വർക്ക് അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ. അതുപോലെ കൊടനടക്ക ഭാഗത്ത് വരുന്ന ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെയും കാണിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക, കൂടെ ലൈക്ക് നൽകുക. അറപ്പ്യ പുതിയ പാലത്തിൻ്റെ കോൺക്രീറ്റ് പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും 9 പില്ലറുകൾക്കിടയിൽ 40 ഗർഡറുകൾ ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് ഇവിടെ കോൺക്രീറ്റ് പൂർത്തിയായിട്ടുള്ളത്. കോൺക്രീറ്റ് കുറച്ച് കാലം നനയ്ക്കണം. അതിനുശേഷം മാസ്റ്റിക് പാഡ് വിരിച്ച് ടാറിങ് ചെയ്യും. നിലവിൽ പാലത്തിന് സമാന്തരമായി 2 പാലങ്ങളാണ് വരേണ്ടത്. അതിൽ ഒരു പാലത്തിൻ്റെ വർക്ക് മാത്രമാണ് ഇതുവരെ കോൺക്രീറ്റ് പൂർത്തിയായിട്ടുള്ളത്. രണ്ടാമത്തെ പാലത്തിനായുള്ള പൈലിംഗ് വർക്ക് പുഴയിൽ 2 ജങ്കാറുകളിലായി നടന്നു വരികയാണ്. അടിയൊഴുക്ക് ശക്തമാണ് അറപ്പുഴയിൽ. ഇവിടുത്തെ പൈലിംഗ് ഒത്തിരി ദുഷ്കരമാണ്. നമ്മൾ നേരത്തെ ആദ്യത്തെ പാലത്തിൻ്റെ വർക്ക് എടുക്കുമ്പോൾ കുറേ പറഞ്ഞതാണ്. കോൺക്രീറ്റ് പൂർത്തിയായ പാലത്തിൻ്റെ വടക്കേ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തി മുന്നേറുന്നുണ്ട്. കൊടനടക്കാവ് ഭാഗത്ത് വരുന്ന ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയുള്ള പില്ലറിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് അപ്പുറത്തെ സർവീസ് റോഡിലേക്കാണ് ഫുട് ഓവർ ബ്രിഡ്ജ്. ഇവിടെ സർവീസ് റോഡിനോട് ചേർന്ന് തൊട്ടടുത്ത് സ്കൂൾ കാണാം. ഡിവൈഡറിനോട് ചേർന്ന് ഈ ഒരു ബ്രിഡ്ജിന് ഒരു പില്ലർ വരും. പാലം ഇവിടെ ഓരോ പാർട്സായി സെറ്റായിട്ടുണ്ട്. 3 സ്ഥലത്താണ് ഫുട് ഓവർ ബ്രിഡ്ജ് ഈ ബൈപ്പാസിൽ വരുന്നതെന്നാണ് കേട്ടത്. ഒന്ന് ഇവിടെ, പിന്നെ പാറമ്മൽ ഭാഗത്തും പന്തിരങ്കാവ് ഭാഗത്തും ഫുട് ഓവർ ബ്രിഡ്ജ് വരുമെന്ന് പറയുന്നു.
മാമ്പിയ പാലത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള റോഡ് നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ കോൺക്രീറ്റ് ചെയ്ത സൈഡ് വാൾ ചിരിഞ്ഞിരുന്നു. അത് കുറച്ച് ഭാഗത്തായിരുന്നു ചിരിവ്, അത് മുഴുവനായും പൊളിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൈഡ് വാൾ കെട്ടുന്നത് മൊത്തത്തിൽ പില്ലർ അടിച്ചാണ്. ഇതുപോലെ ബാലൻസ് ഉണ്ടാവും. പില്ലർ ഉണ്ടെങ്കിൽ സൈഡ് വാളിന് നല്ല ബാലൻസ് ഉണ്ടാവും. ഭൂമി കുലുങ്ങിയാലും ഒന്നും സംഭവിക്കില്ല. അത്രയും പൈലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ പ്ലാസയും വരുന്നത്. കൂടാത്തുംപാറ അണ്ടർപാസിൻ്റെ ഒക്കെ ഭാഗത്ത് അണ്ടർപാസിൻ്റെയും അതിനോടനുബന്ധിച്ച് റോഡിൻ്റെയും ഒക്കെ വർക്ക് അതിവേഗം നടന്ന് കൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസിൻ്റെ ഒരു ഭാഗം നേരത്തെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ആ അണ്ടർപാസിന് മേലെ കൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടിട്ടാണ് ഈ ഒരു സൈഡിലേക്ക് വർക്ക് എടുക്കുന്നത്. രാമനാട്ടുകരയിൽ നിന്നും മലാപ്പുറം എത്തും വരെ അറപ്പിയ പാലത്തിൻ്റെയും അതുപോലെ ഇവിടെ മാമ്പിയ പാലത്തോട് ചേർന്നാണ് പ്രധാനമായും വർക്കുകൾ തീരാനുള്ളത്. അപ്പോൾ മാമ്പിയ പാലത്തിൻ്റെ രണ്ടാമതൊരു സൈഡിലൊരു പാലം കൂടി വർക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ എടുത്ത് തുടങ്ങും. പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞത് കൊണ്ട് ആദ്യം ഈ ഗർഡറുകൾ വെക്കാനുള്ള വർക്കാണ് നടക്കേണ്ടത്. കൂടുതൽ മെഷീനറീസും തൊഴിലാളികളും ഒക്കെ വെച്ച് തന്നെയാണ് KMC ഇപ്പോൾ വർക്ക് നടക്കുന്ന ഭാഗത്തൊക്കെ വേഗത്തിൽ വർക്ക് തീർക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ അന്വേഷണക്കാർ അപ്ഡേറ്റുമായി വീണ്ടും വരാം.